ഡിജിറ്റൽ മീഡിയ സെൽ നേതൃത്വത്തിനെതിരെ KPCCക്ക് എറണാകുളം ജില്ലയുടെ ചുമതല വഹിക്കുന്ന PV ജെയിൻ പരാതി നൽകിയിരിക്കുന്നു എന്ന വാർത്തയാണ് എത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നേതൃത്വത്തെ പിന്തുണച്ചതിന് പിന്നാലെ അഡ്മിൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയതായും PV ജെയിൻ ആരോപിക്കുന്നു. വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. ഉമേഷ്, പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് വീഴുന്ന കോൺഗ്രസ് നേതൃത്വത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പ്രവർത്തനം നമുക്കറിയാം. എല്ലാവരെയും ഏറ്റവും മോശപ്പെട്ട രീതിയിൽ അധിക്ഷേപിക്കുക എന്നതാണല്ലോ അതിൻ്റെ ഒരു രാഷ്ട്രീയം, അവരുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. VT ബൽറാമൊക്കെ അതിൻ്റെ ഭാഗമായി നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ പുകിലൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ അടുത്ത വിവാദം ഡിജിറ്റൽ മീഡിയ സെല്ലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നത് എന്താണ്? മനു, ഈ KPCCയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിനകത്തും വലിയ പൊട്ടിത്തെറി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഈ ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ എറണാകുളം ജില്ലയുടെ ചാർജ് വഹിക്കുന്ന ഇദ്ദേഹം വൈറ്റ്ല ബ്ലോക്ക് സെക്രട്ടറി കൂടിയാണ് PV ജെയിൻ. ഇദ്ദേഹമാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് പരാതി നൽകിയിരിക്കുന്നത്. അദ്ദേഹം പരാതിയിൽ പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നേതൃത്വത്തെ പിന്തുണച്ചതിന് പിന്നാലെ തന്നെ ഇതിൻ്റെ അഡ്മിൻ പാനൽ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നുള്ളതാണ് പറയുന്നത്. തുടർച്ചയായി തന്നെയും നേതൃത്വത്തെയും അധിക്ഷേപിക്കുന്ന സമീപനം ഈ ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ ചുമതല വഹിക്കുന്നവരിൽ നിന്നുണ്ടാകുന്നു. അത് പേരെടുത്ത് പറയുന്നുണ്ട്. ജിജോ മാത്യു, സന്ദീപ് വാഴക്കാടൻ, റിനീഷ് തുരുത്തിക്കാടൻ, ഷാനവാസ് എന്നിവർക്കെതിരെയൊക്കെയാണ് ഈ ജെയിൻ പരാതി നൽകിയിരിക്കുന്നത്. ഇവരെല്ലാം വ്യാജ അക്കൗണ്ടുകളിലൂടെ കോൺഗ്രസ് നേതൃത്വത്തെ അധിക്ഷേപിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഇതിലൊരു ആരോപണമുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിൽ വിചാരിച്ചാൽ 10 നേതാക്കളെങ്കിലും വീട്ടിലിരിക്കും എന്ന് ഈ ഷാനവാസ് എന്ന് പറയുന്നയാൾ തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് നേതൃത്വത്തെ ഒരു കാരണവശാലും പിന്തുണയ്ക്കരുത് എന്ന് ഈ ജിജോ മാത്യു തന്നോട് ആവശ്യപ്പെട്ടു എന്നും ഈ ജെയിൻ്റെ പരാതിയിൽ പറയുന്നുണ്ട്. ഇത് ഈ റോജി എം ജോൺ MLA അടക്കം ഉള്ള റോജി എം ജോൺ അടക്കം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുകൾ, ഈ നേതൃത്വത്തെ പിന്തുണച്ചുകൊണ്ട് VD സതീശനെയൊക്കെ പിന്തുണച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് റോജി എം ജോൺ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് ഏതാണ്ട് 200ഓളം വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ താൻ പ്രചരിപ്പിച്ചിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്, PV ജെയിൻ പറയുന്നത്. അത് ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ ചുമതല എന്നുള്ള നിലയിൽ അത്തരം പോസ്റ്റുകളാണ് പ്രചരിപ്പിച്ചത്. പക്ഷേ അങ്ങനെ പോസ്റ്റ് പ്രചരിപ്പിച്ചപ്പോഴാണ് ഇതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ചിലർ, ഈ ഡിജിറ്റൽ മീഡിയ സെല്ലിൽ നിന്ന് ചിലർ വിളിച്ച് തന്നെ ഭീഷണിപ്പെടുത്തിയത്. ഇത്തരം പോസ്റ്റുകൾ ഇനി അയക്കേണ്ടതില്ല അല്ലെങ്കിൽ പ്രചരിപ്പിക്കേണ്ടതില്ല എന്ന നിലപാട് അവർ പറയുന്നു. അപ്പോൾ അതിനെ അവഗണിച്ചുകൊണ്ട് വീണ്ടും നേതൃത്വത്തെ പിന്തുണയ്ക്കുന്ന തരത്തിൽ പോസ്റ്റുകൾ ഇട്ടു. അതേ തുടർന്നാണ് തന്നെ ഈ അഡ്മിൻ പാനലിൽ നിന്ന് മാറ്റിയത്. തുടർച്ചയായി ഇവരുടെയൊക്കെ ഫേക്ക് ഐഡികളിൽ നിന്ന് നേതൃത്വത്തെ അധിക്ഷേപിക്കുന്നതായി താൻ മനസ്സിലാക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിനെ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഈ ഷാനവാസ് എന്ന് പറയുന്നയാൾ തന്നെ വിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വിചാരിച്ചാൽ 10 നേതാക്കളെങ്കിലും വീട്ടിലിരിക്കും എന്നൊക്കെ ഉള്ള ഭീഷണി മുഴക്കി എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഈ സംഭവം നാണക്കേടിന്റെ കഥകളാണ് പുറത്തു വരുന്നത്. ഉമേഷ്, നാണക്കേടിന്റെ കഥകളാണ് കോൺഗ്രസിൽ നിന്ന് പുറത്തു വരുന്നത്. രാഹുൽ മാങ്കൂട്ടം വിചാരിച്ചാൽ 10 കോൺഗ്രസ് നേതാക്കളെങ്കിലും വീട്ടിലിരിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നേതൃത്വത്തിന്, അതായത് KPCC നേതൃത്വത്തിന് അനുകൂലമായി കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് എന്ന ആക്ഷേപമാണിപ്പോൾ PV ജെയിൻ എന്ന് പറയുന്ന ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ എറണാകുളം ജില്ലയുടെ ചുമതലക്കാരൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്, പരാതിയായി നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിൽ ഒരു എത്തും പിടിയും ആർക്കും കിട്ടുന്നില്ല. ഏറ്റവും മോശം കാലഘട്ടമാണ് കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നേതാക്കന്മാരുടെ കയ്യിലിരിപ്പ് കൊണ്ട് വരുത്തി വെച്ചതാണ് എന്നുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും.